എന്താ ഭാമേ? രാഘവേട്ട ഇത് കണ്ടോ? ഞാൻ ശാലിനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. നമുക്കൊപ്പം ഗുരുവായൂർക്ക് വരാൻ അവൾക്ക് പറ്റിയില്ലല്ലോ. വന്നിരുന്നെങ്കിൽ ഞാൻ കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് അവളെ ഇത് അണിയിച്ചേനെ. അതിന് ഭാമ എന്തിനാ സങ്കടപ്പെടുന്നേ? നമ്മുടെ വീട്ടിലൊരിക്കലും കൃഷ്ണൻ. എല്ലാ ചൈതന്യവും ഒന്ന് തന്നെ. ഈ കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് താഴത്തെ ശാലിക്ക് കൊടുക്കും. അപ്പൊ ആ സങ്കടം അങ്ങ് മാറിക്കിട്ടും. അത് മതിയല്ലേ? പിന്നല്ലാതെ ഇതൊക്കെ ഒരു സങ്കല്പമല്ലേ ഭാമേ? ഈശ്വരനിൽ എല്ലാം സമർപ്പിക്കുമുള്ള സന്തോഷം, അതാണ് നമുക്കുള്ള നേട്ടം. എന്നാ പിന്നെ ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ആ, കൃഷ്ണന് സാക്ഷിയൊക്കെ കൊടുക്കാം. അത്രേ ഉള്ളൂ. അമ്മേ, അമ്മ ഒന്നിങ്ങ് വന്നേ. വരുന്നു. ഇവ എന്തിനേക്കാളും ബഹളം ഉണ്ടാക്കുന്നേ? ഞാൻ പോയി നോക്കാം. മനസ്സിലായിട്ടില്ലേ? നിങ്ങളിരിക്കും. ആ, അച്ഛൻ വരുന്നുണ്ട്. നമസ്കാരം. അമ്മ എവിടെ അച്ഛാ? അവള് മോളുണ്ട്. എന്തോടാ? ആ അച്ഛാ, അച്ഛനോട് മനസ്സിലായ? ഇല്ലടാ, മനസ്സിലായിട്ടില്ല. അപ്പോ എന്നെ മറന്നല്ലേ? ഞാൻ കേളമ്പറമ്പിലെ കൊച്ചികൃഷ്ണന്റെ മോളാ. ഞാൻ ഡോക്ടറാവാൻ കാരണം ഇവിടുള്ളവരാ. കൃഷ്ണന്റെ മകൾ നന്ദന. അതെ. ഇതിന്റെ ഹസ്ബൻഡാ ശ്രീരാജ്. പുള്ളി ട്രഷറിയില. ഭാമേ, അവര് വളരെ സന്തോഷത്തിലായി ഇവിടുന്ന് പോയതേ. എന്തായാലും നന്നായി ഭാമേ. ശാലി എന്ന പേരെ നിന്റെ മനസ്സിൽ അത്രത്തോളം പതിഞ്ഞല്ലോ. എനിക്ക് സന്തോഷമായി. സത്യമേ, ഞാൻ ഈ മാല ഇട്ടിട്ട് എങ്ങനെയുണ്ട്? രാഘവേട്ട, ആ മാല എടുത്ത് ഇവിടെ ഇട്ടേക്കുന്നു. ആര് പറഞ്ഞു ഈ മാല എടുത്തിട്ട്? ആര് പറഞ്ഞെന്നാ ചോദിച്ചത്? ആരും പറഞ്ഞിട്ടൊന്നുമല്ല. മോളെ, ആ മാല ഇങ്ങ് ഊരി തന്നെ. ഇല്ല, മാല ഊരിത്തരാൻ. അവളത് കണ്ടപ്പോ ഒന്നെടുത്തിട്ടു. അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചേ? ഇത് വെറും ഒരു മാലയല്ലേ? ഇതെനിക്ക് വെറും മാലയല്ല, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു വാങ്ങിച്ചതാ. ആ പറഞ്ഞ ആൾക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കാലോ. ഇതിപ്പോ കിട്ടാക്കനിയായിട്ടുള്ള സാധനമൊന്നും അല്ലല്ലോ സത്യമേ. ശ്യാമേ, മോളെ ഊരി തന്നെ. അതിങ്ങ് ഊരി തരാം. അതിങ്ങ് ഊരി തന്നെ മോളെ. അതിങ്ങ് ഊരി തരാം. പപ്പി, മോളെ ഞാൻ പറഞ്ഞതല്ലേ അത് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പൂജിച്ചതാണെന്ന്. അതിങ്ങ് തന്നെ മോളെ. ശ്യാമ ഈ മാല ഇങ്ങ് മേടിച്ചതാ. പപ്പി, ഊരി കൊടുത്തേ. ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ 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 ഇവിടെ പ്രശ്നം? എടാ, ഞാൻ ശാലിനിക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച മാലയാ. ഓ, അത് ശരി. കുഞ്ഞേച്ചിക്ക് കൊടുക്കാനായിട്ട് പൂജിച്ചുകൊണ്ടുവന്ന മാല എന്റെ മോളെന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ടാണോ ഈ പ്രശ്നമൊക്കെ? കൊടുക്കരുത് അവരുടെ മാല. നിന്നോട് പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ സാധനം എടുക്കരുതെന്ന്? കൊടുക്കാനല്ലേ പറഞ്ഞേ? ഊര്. പപ്പി, ഞാൻ തരില്ല. പപ്പി, ദേഷ്യം വരുന്നുണ്ട്, നല്ല അടി തരുവേ. പറഞ്ഞ കേക്കില്ല നീ. ഇനി എടുക്കൂന്ന്. ഇവിടെ പല സാധനങ്ങളും പല ഭാഗത്തും ഇരിക്കും. അതൊക്കെ നീ എടുക്കൂന്ന് പറയാൻ. എടുക്കൂന്നാ ചോദിച്ചേ. ശ്യാമേ, നീ എന്തായി കാണിക്കുന്നേ? എനിക്ക് മോൾക്ക് ഈ വീട്ടിലൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഭഗവാനെ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു. മടുത്തു ഈ വീട്ടിലെ ജീവിതം.
കൃഷ്ണ അച്ഛ. സാരില്ല, കരയണ്ട. പോട്ടെ, കരയണ്ട. എന്താണമ്മ ഇതൊക്കെ? കൊച്ചുകുട്ടി ഒരു മാല ഇട്ടതാണോ ഇവിടെ അത്ര വലിയ പ്രശ്നം? സാരില്ല മക്കളെ, കരയണ്ട. കൃഷ്ണ അച്ഛ. വിഷ്ണു മോൾക്ക് വേറെ മാല മേടിച്ചരാം. ആമേ, ഒന്നിച്ച് ഒരു കുടുംബമായിട്ട് കഴിയുമ്പോഴേ നമ്മൾ പലതും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും രണ്ട് മരുമക്കൾ ഒരുമിച്ച് ജീവിക്കുമ്പോ. നീയെ പലർക്കും അതിൽ ത്രാസ് കണ്ടിട്ടില്ലേ? അതുപോലെ പറയുന്ന വാക്കിലും പ്രവൃത്തിയിലും തുല്യത ഉണ്ടാവണം. ഇല്ലെങ്കിൽ തകർന്നു പോകുന്നതേ ഈ കുടുംബത്തിലുള്ള മൊത്തം സ്വസ്ഥതയായിരിക്കും. രാഘവേട്ടന്റെ സാരോപദേശം ഒന്നും എന്നോട് വേണ്ട. ദേ, ഈ മാലേ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. എന്ത് കഷ്ടമാന്ന് പറ. ഹേ